പ്രീ ഡയബറ്റിസ് എന്നാൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണയേക്കാൾ കൂടുതലാണെന്നാണ്. ടൈപ്പ് 2 പ്രമേഹമായി കണക്കാക്കാൻ ഇത് ഉയർന്നിട്ടുമില്ല. എന്നാൽ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ പ്രീ ഡയബറ്റിസ് ഉള്ള മുതിർന്നവർക്കും കുട്ടികൾക്കും ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുക, ശാരീരിക പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക, ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക എന്നിവ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. മുതിർന്നവരിൽ ടൈപ്പ് 2 പ്രമേഹം തടയാൻ സഹായിക്കുന്ന അതേ ജീവിതശൈലി മാറ്റങ്ങൾ കുട്ടികളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും സഹായിച്ചേക്കാം. പ്രീ ഡയബറ്റിസിന്റെ പ്രധാന സങ്കീർണത അത് ടൈപ്പ് 2 പ്രമേഹമായി വികസിക്കുന്നു എന്നത് തന്നെയാണ്. രോഗനിർണയം നടത്താത്തതോ നിയന്ത്രിക്കാത്തതോ ആയ ടൈപ്പ് 2 പ്രമേഹം നിരവധി സങ്കീർണതകൾക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. പ്രീ ഡയബറ്റിസ് തടയുന്നതിനുള്ള തന്ത്രങ്ങൾ അത് പഴയപടിയാക്കുന്നതിനും ടൈപ്പ് 2 പ്രമേഹം തടയുന്നതിനും തുല്യമാണ്. പതിവായി വ്യായാമം ചെയ്യുക, ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.